വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് അടദോശ. അടദോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള പരിപ്പുകളിട്ടിട്ടുള്ള ഒരു ദോശയാണ്. അപ്പൊ പോഷക സമൃദ്ധമായ ദോശയാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ദോശയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരച്ചപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതേസമയം കുറച്ച് നേരം ഫെർമെന്റ് ചെയ്തതിനു ശേഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ രണ്ടിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ അരച്ച വശം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു വേർഷൻ, അതായത് നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ദോശ, പെസരിട്ട ദോശ എന്ന് പറയും, അത് ഇതിനു മുൻപ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം തയ്യാറാക്കുന്ന ദോശയായിരുന്നു നമ്മുടെ ടൊമാറ്റോ ദോശ. അപ്പൊ അത് രണ്ടും നിങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഈ അടദോശയും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബാച്ചിലർ സ്പെഷ്യൽ തൃശ്ശൂർ മീൻകറിയാണ്. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് വലിയൊരു വീഡിയോ ആയിരുന്നു. അത് 20 മിനിറ്റ് വീഡിയോ 4 മിനിറ്റ് ആയിട്ട് കുറച്ചതാണ്. അതായത് ഈ തിരക്കുള്ള ആളുകൾക്കൊക്കെ ഇത്രയും ലോങ് വീഡിയോ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഇതേപോലെ ഷോർട്ടൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോപിയുടെ ലെമൺ ഹണി ഗോബി. ഒരുപാട് പേര് തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പൊ കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അടദോശ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അടദോശ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പ്. പലതരം പരിപ്പ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ചന ദാൽ. അപ്പോൾ ചന ദാൽ നമുക്ക് 1/4 ഗ്ലാസ് ആണ് വേണ്ടത്. 1/4 ഗ്ലാസ് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൂർ ദാലാണ്, അതായത് നമ്മുടെ തൂരപ്പരിപ്പ്. സാമ്പാറിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന, പരിപ്പ് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തൂരപ്പരിപ്പ്. അതും 1/4 ഗ്ലാസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പാണ്, അതായത് മൂങ് ദാൽ. അത് 1 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഉരദ് ദാൽ, അതായത് ഉഴുന്ന് പരിപ്പ്. മുഴുവനോട് കൂടിയുള്ള ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉലുവ, മൊത്തത്തിലുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത്രയും അധികം പരിപ്പുകൾ, അതായത് ഇപ്പം നമ്മൾ 4 തരം പരിപ്പുകൾ ചേർത്തിട്ടുണ്ട്. ഈ 4 തരം പരിപ്പുകൾ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മസൂർ ദാലില്ലേ, നല്ല ഓറഞ്ച് കളർ ഇരിക്കുന്ന ദാലില്ലേ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും 4 ടൈപ്പ് ദാൽ ഉള്ളത് കൊണ്ട് 4 ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തല്ലോ. ഇനി നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് പച്ചരി, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് പുഴുങ്ങലരി. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ 1 ഗ്ലാസ് അരി. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് അരി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങൾ ആ അരി 1 ഗ്ലാസ് ഉപയോഗിച്ചാൽ മതി. ഇഡ്ഡലി അരി ആണെങ്കിലും 1 ഗ്ലാസ്, അല്ലെങ്കിൽ പച്ചരി ആണെങ്കിലും 1 ഗ്ലാസ്. രണ്ടും ഉള്ള കാരണമാണ് ഞാൻ രണ്ടും പകുതി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും കൂടി കണ്ടിട്ട് ഒരു ബൗളിലിട്ട് കൊടുത്തല്ലോ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ മൊത്തത്തിൽ ഉലുവ ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉണക്കമുളകാണ്. അതായത് ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള ചില്ലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്പൈസി ടേസ്റ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് അത്ര എരിവ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. പക്ഷേ ഈ കാശ്മീരി മുളകിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കളർ ഉണ്ടാവും. നമ്മുടെ ദോശ നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി മുളക് 10 എടുത്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധാരണ മുളകിൻ്റെ എണ്ണം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഒരു 5 or 6 മുളക് എടുക്കുക. അപ്പോൾ എനിക്ക് സ്പൈസി ആയിട്ടുള്ള ദോശ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതേസമയം ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഉണക്കമുളക്, ഡ്രൈ ആയിട്ടുള്ള മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് നമുക്കതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഓത്തൻറ്റിക് രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാം പരിപ്പും അരിയും അതേപോലെ തന്നെ ഉണക്ക മുളകും ചേർത്ത് അരയ്ക്കുന്നതാണ് ഓത്തൻറ്റിക് ആയിട്ടുള്ള രീതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇതങ്ങ് സോക്ക് ചെയ്ത് വെക്കാം. 2 മണിക്കൂറോ 3 മണിക്കൂറോ നേരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ രാത്രിയാണ് വെള്ളത്തിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, രാവിലെ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം പിന്നെ
ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ്. അതേ സമയം തന്നെ കുറച്ച് സമയം എടുത്ത് വെച്ചാൽ നന്നായിരിക്കും. ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ദോശയ്ക്കാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതേപോലെ ഓഫീസിൽ പോകുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം അത് നന്നായി വാഷ് ചെയ്യുക. അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ച് 2 മണിക്കൂറിന് ശേഷം നമുക്കിതങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാൻ പോവുകയാണേ. അപ്പോൾ ദേ ഞാനിത് അതിന് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 മണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിതങ്ങ് അരച്ചെടുക്കണം. വെള്ളം ഡ്രെയിൻ ചെയ്തതിന് ശേഷം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പുളിയാണ്. സാമ്പാർ പുളി, നമ്മൾ കോൽപ്പുളി വാളംപുളി എന്നൊക്കെ പറയില്ലേ, അത് ഓപ്ഷനിലാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 രീതിയിൽ ഈ അടദോശ ഉണ്ടാക്കാറുണ്ട്. പുളി ചേർത്തിട്ടുണ്ടാക്കും, പുളി ചേർക്കാതെ ഉണ്ടാക്കും. ചെട്ടിനാട് സ്റ്റൈലിലാണ് നമ്മൾ ഈ പുളി ചേർത്തിട്ടുള്ള അടദോശ ഉണ്ടാക്കുക. അപ്പോൾ പുളി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള പുളിയാണ്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇതേപോലെ അങ്ങ് സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് അരഞ്ഞു കിട്ടും. അപ്പോൾ ഈ പുളി വെള്ളത്തോട് കൂടി നമ്മൾ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുളി താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. പിന്നെ നമുക്ക് അരയ്ക്കുമ്പോഴാണ് പിന്നെ കുറച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആവശ്യമുള്ളത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം അങ്ങ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്കിതങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും അരിയൊക്കെ 2 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരയ്ക്കുന്ന കൂട്ടത്തിൽ കൂടെ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി. പരിപ്പല്ലേ, അപ്പോൾ ഗ്യാസ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1, 2, 3 കുറേ വേണമെങ്കിൽ കുറേയും ചേർക്കാം. പക്ഷെ ഞാൻ ഒരു കഷ്ണം മാത്രം വെളുത്തുള്ളി ചേർക്കുന്നുള്ളൂ. ആ വെളുത്തുള്ളി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിടാം. അതുപോലെ തന്നെ ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ജീരകം ഇതേപോലെ തന്നെ ഓപ്ഷനിലാണ്. പക്ഷേ ഇനി പെരിഞ്ജീരകം ഇടുമ്പോൾ ഒരു നല്ലൊരു വാസനയാണ്. അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു മാത്രം പെരിഞ്ജീരകം കൂടെ ആ മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിന് പരമായിട്ട് നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഞെട്ടി കളയാം. നമ്മുടെ മുളകിൻ്റെ ഞെട്ടി ഉപയോഗിക്കേണ്ട. ഞെട്ടി എടുത്തതിന് ശേഷം ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് അരയ്ക്കുമ്പോൾ ഇതിൽ കൂടെ നമ്മുടെ പുളി മൊത്തത്തിലും ആ വെള്ളത്തോടു കൂടി ഒഴിക്കുകയാണ്. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ ജാറ് എങ്ങനെയാണ്, വലുതാണോ ചെറുതാണോ അനുസരിച്ച് 2-3 ബാച്ചായിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുളി ചേർക്കുന്നില്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ മാവ് ഞാൻ മൊത്തത്തിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിയായിട്ട് അരയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് നൈസായിട്ട് ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല. ചെറിയ തരിയോട് കൂടി അരയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ നമ്മുടെ പുളിവെള്ളം കൂടാതെ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള സീസണിങ്സ് ചേർത്ത് കൊടുക്കണം. അത് ഡിപ്പെൻസ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചെറിയുള്ളിയോ സവാളയോ ഒന്നും ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഞാനിവിടെ ഇപ്പം എൻ്റെ മക്കളൊക്കെ വലുതായ കാരണം ഒരു 4 ചെറിയുള്ളി നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില കുറച്ചായിട്ട് മുറിച്ചിടുക. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടുക, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടുക, 2 ഉണ്ടെങ്കിൽ 2 ഇടാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇതനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായം, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കായത്തിൻ്റെ ചെറിയൊരു വാസന മാത്രം മതി. ഒരുപാട് കായം ഉലുവൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്ക് കയ്പ്രസം വരും. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ പൊടിയുപ്പ് ഉപയോഗിച്ചാലും മതി. കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ദോശ നമുക്ക് കുറച്ച് കനത്തിലുണ്ടാക്കാൻ പറ്റും, കുറച്ച് നൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ എൻ്റെ വീട്ടിൽ കനത്തിലുണ്ടാക്കി കൊടുത്ത് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നൈസായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നൈസായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ അങ്ങ് ലൂസാക്കണം. അതേസമയം നമുക്ക് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൺസിസ്റ്റൻസി മതിയാകും. നമ്മുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഈ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസും കൂടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ലൂസാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇലകളില്ലേ, അതായത് സ്പിനാച്ച്, അതായത് ചീര, അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല, അങ്ങനെ എന്ത് സംഭവങ്ങൾ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ നമ്മളിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ദോശ കഴിക്കുമ്പോൾ അതറിയില്ല. അത് കുട്ടികൾ അറിയാതെ തന്നെ നമുക്ക് അവരെ കഴിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇടുന്നില്ല, എൻ്റെ അടുത്ത് മുരിങ്ങയുടെ ഇലയില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇടാറുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി, അതെടുത്തിട്ട് വരാം. ഒരല്പം ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇഞ്ചി നിർബന്ധമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോ. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക്
ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ സമയത്ത് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒട്ടും തന്നെ വെക്കാതെ ദോശ ഉണ്ടാക്കാം. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഇത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ദോശത്തവ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതൊന്ന് ചൂടാവട്ടെ, മീഡിയം ചൂടാവുന്ന സമയത്ത് കേട്ടോ. അതായത് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കാരണം ദോശത്തവ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശ അങ്ങ് പരത്തിയെടുക്കാൻ പറ്റില്ല, ദോശ അങ്ങ് ഒട്ടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേസമയം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കണം, അതിന് ശേഷം മാത്രം ദോശമാവ് ഒഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ആദ്യം തന്നെ എണ്ണ പരട്ടുന്നില്ല. ദോശ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് തവ ചൂടാവട്ടെ കേട്ടോ. അപ്പം മീഡിയം ചൂടായിരിക്കുന്ന തവയിലോട്ട് നമ്മുടെ മാവ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി തിക്നെസ്സിൽ അങ്ങ് പരത്തുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല, നമ്മൾ പറഞ്ഞിരിക്കുന്ന വെള്ളം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ തന്നെ മീഡിയം ചൂടിൽ നമുക്ക് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് അല്പം നല്ലെണ്ണ, ഞാൻ നല്ലെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്, അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്ത് കുക്കായതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടങ്ങ് കുക്ക് ചെയ്യാം. ഇതാണ് തിക്കായിട്ടുള്ള അടദോശ. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ദോശ പോലെ തിന്നായിട്ടുള്ള ദോശയാണ്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ചീരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മൊത്തത്തിൽ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ആദ്യം പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി, നമ്മൾ ഊത്തപ്പൊക്കെ ചെയ്യുന്ന പോലെ. ഞാനിത് റീസെൻ്റായിട്ട് കഴിച്ചത് അനുവിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്. കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷനിൽ പോയപ്പോൾ അനുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ആൻറ്റി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഈ അടദോശനെ കുറിച്ചുള്ള ഓർമ്മ വന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഞാൻ കരുതി ഇത് കൊള്ളാലോ, ഇത് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റെ നന്ദുവിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും എന്നെ അതിശയപ്പെടുത്തിയിട്ടുള്ള കാര്യം. എന്നോട് പറഞ്ഞു, അമ്മ യമ്മിയാണ് അമ്മ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നുണ്ട്. ഇവൻ അവി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്നത് അവിയലാണ്. അവിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിയലിനേക്കാളും കുറച്ചും കൂടെ ലൂസാണ് അവരുടെ അവിയൽ. കുറച്ചും കൂടെ, അതായത് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ നൈസായിട്ട് അരയ്ക്കാറില്ല. പക്ഷെ അവർ അവിയൽ ഉണ്ടാക്കുമ്പോൾ നല്ല നൈസായിട്ട് അരച്ചതിന് ശേഷമാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അതായത് ഇത് പരിപ്പല്ലേ, പരിപ്പ് വർഗ്ഗമായിട്ടുള്ള പരിപ്പിൻ്റെ ദോശയാവും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കോമ്പിനേഷനായിട്ട് നിറയെ വെജിറ്റബിൾസ് ആണ് അവർ കഴിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതിൻ്റെ കൂടെ നല്ല തേങ്ങ ചട്നിയും സാമ്പാറുമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എന്താണ് ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കൂ കേട്ടോ. സാധാരണ നമ്മുടെ പേപ്പർ റോസ്റ്റൊക്കെ കുക്കാവുന്നേക്കാളും കുറച്ചും കൂടെ സമയം എടുക്കും ഈ ദോശ കുക്കായി കിട്ടാൻ. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപ്പിൻ്റെയൊക്കെ ഒരു പച്ച വാസന വരും. അതുകൊണ്ടാണ് നന്നായി കുക്ക് ചെയ്യണമെന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും കുക്കായിട്ടുണ്ട്. നമുക്കിത് ആദ്യത്തെ കട്ടി ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിൻ ദോശ, സാധാരണ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഇതിലോട്ട് ഈ മാവിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഫെർമെൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വരുന്നുണ്ട്, കുറച്ചും കൂടെ ക്രിസ്പിനെസ് കൂടും. അപ്പോൾ രാവിലെ ഇത് നമ്മൾ അരച്ച് പുറത്ത് വെച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് ഫെർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും സൂപ്പറായിരിക്കും. ഇത് 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഈ മാവ് ബാക്കി ഉണ്ടെങ്കിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 പേരുള്ള ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് കേട്ടോ. അവിടെ ജാൻചേട്ടൻ കഴിക്കാത്ത കാരണം ഞാൻ ഈ ഒരു അളവിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിലേക്ക് വീണ്ടും എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇത് ലൂസാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും നമ്മുടെ അടപ്പ് മീഡിയം ആണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക, ഉറപ്പ് വരുത്തുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരു തവി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. ഓക്കെ, നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിന് മുകളിൽ നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ഉണ്ടാക്കാനാണ് കേട്ടോ. കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ മാവ് ഒഴിക്കുമ്പോൾ ഇത് തവയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവയ്ക്ക് ചൂട് കൂടുതലാണെന്നാണേ. അപ്പോൾ ചൂടൊന്ന് കുറച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വെറ്റായിട്ടുള്ളൊരു ക്ലോത്ത് വെച്ച് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ തവയുടെ ചൂടങ്ങ് കുറഞ്ഞോളും. അതിനുശേഷം മാത്രം ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ദോശമാവ് പരത്താൻ പറ്റുന്നില്ല, തവയിൽ പിടിക്കുന്നുണ്ടെന്ന്. അത് ഞാൻ പല വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ദോശയുടെ ഒരു സൈഡ് കറക്റ്റായിട്ടുണ്ട്, പിന്നെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്കിങ്ങനെ പതുക്കെ എടുത്ത് തിരിച്ചിടാം. കണ്ടോ,
ക്രിസ്പി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക. ഇനിയിപ്പോൾ അഥവാ കുക്കായിട്ടില്ലെങ്കിലോ അല്ലേ, അങ്ങനെ ഒരു സംശയം വേണ്ട. ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് കൊണ്ട് കുക്കായിക്കോളും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് നമ്മുടെ അടദോശ ഉണ്ടാക്കിയെടുക്കുക 2 രീതിയിൽ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടദോശ. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് സാമ്പാറും നമ്മുടെ കോക്കനട്ട് ചട്നിയാണ്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ എടുത്തു വയ്ക്കാൻ പോവുകയാണ്. വൈകുന്നേരം ഉണ്ടാക്കാം. വൈകുന്നേരത്തെ ടിഫിനാണിത്, രാത്രിയത്തെ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെക്കില്ല, ഞാൻ പുറത്ത് തന്നെയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫൈനലി ഒന്ന് ടേസ്റ്റ് ചെയ്താലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോഫിയും കൂടി ആയിക്കഴിഞ്ഞാൽ കുശാലാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പീസ് ഞാൻ കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ട ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നിയിലും കുറച്ച് സാമ്പാറിൽ മുക്കിയിട്ട് അങ്ങ് കഴിക്കുക. ഇത് കുക്കർ സാമ്പാറാണ്, ഈസി സാമ്പാറാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പരിപ്പിൻ്റെ സ്വാദൊന്നും അറിയണമെന്നില്ല. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കട്ടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ അറിയും കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഓട്സ് ദോശ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും റെസിപ്പി ആയിട്ട് വീണ്ടും നാളെ വരുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.